അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹിൽ ഫായിസീന ബിറളില്ലാഹ് അമ്മാ ബഅദ്. മാനവ സമൂഹത്തോട് ഇസ്ലാം സംസാരിക്കുന്ന ചില അടിസ്ഥാന വിഷയങ്ങളുണ്ട്. ഈ ലോകത്തേക്കൊരു സുപ്രഭാതത്തിൽ പിറന്നു വീണ മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൻ്റെ വ്യത്യസ്ത അവസ്ഥകളെ താണ്ടിക്കടന്നു പക്വതയാർന്ന ഒരു സാഹചര്യത്തിലേക്ക്, ഒരവസ്ഥയിലേക്ക് അവൻ എത്തിച്ചേരുമ്പോൾ തൻ്റെ ചുറ്റുപാടുകളെ നിരീക്ഷിച്ചുകൊണ്ട് എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ത് എന്നവൻ ചിന്തിക്കുന്ന നേരത്ത്, ഈ ലോകത്ത് ഞാൻ നിർവഹിക്കേണ്ട ദൗത്യമെന്ത് എന്ന് അവൻ ആലോചിക്കുന്ന നേരത്ത്, മനുഷ്യജീവിതത്തിൻ്റെ ലക്ഷ്യത്തെയും ഉത്തരവാദിത്വത്തെയും ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന അടിസ്ഥാനപരമായ അറിവുകൾ മാനവ സമൂഹത്തിൻ്റെ മുന്നിൽ സമർപ്പിക്കുന്ന മതം ആണ് ഇസ്ലാം. ഈ പ്രപഞ്ചത്തിലെ ചെറുതും വലുതുമായ സർവമാന വസ്തുക്കളും എല്ലാം അതിൻ്റേതായ ഒരു ഉത്തരവാദിത്വം നിർവഹിച്ചുകൊണ്ടാണ് ലോകത്ത് നിലനിൽക്കുന്നത്. ചെറുതും വലുതുമായ സർവ്വതിനും കൃത്യമായ ഒരു ജീവിത ലക്ഷ്യവും ഉത്തരവാദിത്വവും ഉണ്ടെന്നിരിക്കവേ, ബുദ്ധിയും വിവേകവും കഴിവും ആർദ്രതയും കാരുണ്യവുമൊക്കെ സമ്മിശ്രമായി സമന്വയിക്കുന്ന അത്ഭുത സൃഷ്ടിയായ മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൻ്റെ ഉദ്ദേശ്യം ഒന്നുമില്ല എന്നതാണ് എങ്കിൽ, നിരർത്ഥകമായ ഒരു ജീവിതമാണ് എങ്കിൽ, ഒരു ലക്ഷ്യവുമില്ലാത്ത ഒരു ജീവിതമാണ് എങ്കിൽ, എന്തിനു പിന്നെ ഇവിടെ ജീവിക്കണം എന്ന ചോദ്യമാണ് അവൻ്റെ മുന്നിൽ നിലനിൽക്കുക. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിൽ മനുഷ്യജീവിതം വ്യർത്ഥമല്ലെന്നും, മനുഷ്യൻ മാത്രമല്ല ലോകത്തുള്ള സർവ്വതും എല്ലാം കൃത്യമായ ലക്ഷ്യത്തോടും ഉദ്ദേശ്യത്തോടും സൃഷ്ടിക്കപ്പെട്ടതാണ് എന്നും വിശദീകരിക്കുന്നുണ്ട്. വമാ ഖലഖന സ്സമാവാതി വൽ അർദ് വമാ ബൈനഹുമാ ലാഇബീൻ. ആകാശങ്ങളെയും ഭൂമിയെയും അതിനിടയിലുള്ള വസ്തുക്കളെയുമൊക്കെ നാം വെറുതെ പടച്ചതല്ല എന്ന് ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. അതൊരു കളിയോ തമാശയോ അല്ല എന്ന് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതേ ഖുർആൻ തന്നെ മനുഷ്യനോട് ചോദിക്കുന്ന ചോദ്യമാണ്, അഫഹസിബത്തും അന്നമാ ഖലഖനാകും അബസ. നിങ്ങൾ വെറുതെ സൃഷ്ടിച്ചതാണ് എന്ന് നിങ്ങൾ കരുതുന്നുവോ? നിങ്ങളുടെ ജീവിതത്തിന് അർത്ഥമില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? ആ ചോദ്യത്തിന് സ്വന്തത്തോട് തന്നെ ആ ചോദ്യം ഉന്നയിച്ചുകൊണ്ടൊരു മറുപടി കണ്ടെത്തേണ്ട ബാധ്യത മനുഷ്യനുണ്ട്. എല്ലാം കൃത്യമായ ലക്ഷ്യത്തോടും ഉത്തരവാദിത്വത്തോടും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ മനുഷ്യൻ മാത്രം തന്നിഷ്ടപ്രകാരം തനിക്ക് തോന്നിയതുപോലെ ഒരു ലക്ഷ്യവുമില്ലാതെ കുറച്ചു കാലം ജീവിച്ചു മരിക്കുക എന്നതായിരിക്കുമോ നമ്മുടെ ജീവിതത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം? ഒരിക്കലുമല്ല. നമുക്കിവിടെ നിർവഹിക്കാൻ അടിസ്ഥാനപരമായ ചില ബാധ്യതകളുണ്ട്. അടിസ്ഥാനപരമായി 3 കാര്യങ്ങളിൽ ഊന്നി നിന്നുകൊണ്ടാണ് മനുഷ്യജീവിതത്തെ ക്രമീകരിക്കേണ്ടത്. ഇന്നലകളിൽ ലോകത്തിൻ്റെ വ്യത്യസ്ത കോണുകളിൽ കഴിഞ്ഞുപോയ പ്രവാചകന്മാർ അഖിലം സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് സമൂഹത്തെ ബോധവൽക്കരിച്ച അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് 3 കാര്യങ്ങൾ. തൗഹീദിൻ്റെയും റിസാലത്തിൻ്റെയും ആഖിറത്തിൻ്റെയും കാമ്പറിഞ്ഞുകൊണ്ട് മനുഷ്യൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുക എന്നുള്ളതാണത്. തൗഹീദ് എന്ന് പറഞ്ഞാൽ ഈ മഹാപ്രപഞ്ചത്തെ സൃഷ്ടിച്ചു പരിപാലിച്ച, അതിനെ സംവിധാനിച്ച, എല്ലാത്തിനെയും സംവിധാനിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു പ്രപഞ്ചനാഥൻ, ഒരു സൃഷ്ടാവ് ഉണ്ട്. ഈ മഹാപ്രപഞ്ചത്തിന് ഒരു ക്രിയേറ്ററുണ്ട്. ഈ മഹാപ്രപഞ്ചത്തിന് ഒരു സംവിധായകനുണ്ട്. ആ പടച്ചവൻ, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവൻ, അവനെ മാത്രം ആരാധ്യനായി അംഗീകരിക്കുക, ആ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവിനെ മാത്രം ആരാധ്യനായി ഉൾക്കൊള്ളുക. മനുഷ്യജീവിതത്തിൽ അവർ നടത്തുന്ന ആരാധനയുടെ സർവഭാവങ്ങളും സർവ ഇടപെടലുകളും സർവ ആംഗ്യങ്ങളും സർവ സംസാരങ്ങളും ആ സൃഷ്ടാവിന് മാത്രം സമർപ്പിക്കുക എന്നതാണ് തൗഹീദ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വർഗീയതയില്ലാത്ത ഒരു വിശ്വാസമാണത്. ഹിന്ദുവിൻ്റെ, മുസ്ലിമിൻ്റെ, ക്രൈസ്തവൻ്റെ,
ബൗദ്ധൻ്റെ, അങ്ങനെ ഓരോ വിഭാഗത്തെയും വേർതിരിച്ചുകൊണ്ട് പാശ്ചാത്യ പൗരസ്ത്യ വ്യത്യസ്ത സിംബലുകളെ മുഴുവനും മാറ്റിവെച്ചുകൊണ്ട് മനുഷ്യരായി പിറന്ന സർവ്വതിൻ്റെയും സൃഷ്ടാവായവൻ, മനുഷ്യൻ്റെ മാത്രമല്ല സർവ്വ വസ്തുക്കളുടെയും സൃഷ്ടാവായവൻ, ആകാശഭൂമികളെ, അതിലുള്ള ചരാചരങ്ങളെ സർവ്വതിനെയും പടച്ചു പരിപാലിക്കുന്നവൻ, അവൻ്റെ പേരാണ് അള്ളാഹു. അറബിയിലാണ് ആ പ്രയോഗം നടത്തുന്നത്. അള്ളാഹു എന്ന നാമം ഈ മഹാപ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവിന്, പരിപാലകന് നൽകപ്പെട്ട നാമമാണ്. അള്ളാഹു എന്ന് പറയുമ്പോൾ ഒരു മുസ്ലിം കുലദൈവം എന്ന രൂപത്തിൽ തെറ്റിദ്ധരിച്ചു പോയ ആളുകളുണ്ട്. അല്ല, മുസ്ലിങ്ങൾക്ക് മാത്രമുള്ള ഒരു ദൈവം എന്നതുമല്ല. അള്ളാഹു എന്ന സംജ്ഞ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സൃഷ്ടാവിനെയാണ്. ആ സൃഷ്ടാവ് ആരാണോ അവന് പറയുന്ന പേരാണ് അള്ളാഹുവെങ്കിൽ ലോകത്തുള്ള എല്ലാ മനുഷ്യരും ആ അള്ളാഹുവിന് മാത്രം ആരാധനകൾ സമർപ്പിക്കുക എന്ന ആശയം, വർഗീയതയില്ലാത്ത വിശ്വാസം, ആ വിശ്വാസമാണ് മാനവ സമൂഹത്തിൻ്റെ വിജയത്തിൻ്റെ ആധാരം എന്നുള്ളതാണ് തൗഹീദ് എന്ന പ്രമേയത്തിലൂടെ ഇസ്ലാം ഉയർത്തിപ്പിടിക്കുന്നത്. ആ തൗഹീദിന് നേരെ എതിരാകുന്ന പ്രവർത്തനങ്ങൾക്ക് പറയുന്ന പേരാണ് ഷിർക്ക്, ബഹുദൈവാരാധന എന്ന് നമുക്ക് പറയാം. ഏകനായ സൃഷ്ടാവായ പടച്ചവനായ എല്ലാവരെയും സൃഷ്ടിച്ച ആ സൃഷ്ടാവിന് പുറമെ ഉള്ള സൃഷ്ടികൾക്ക് ആരാധനകൾ സമർപ്പിക്കുക, ആ സൃഷ്ടികളോട് പ്രാർത്ഥിക്കുക, അവർക്ക് നേർച്ച വഴിപാടുകൾ അർപ്പിക്കുക, അതൊരിക്കലും ഇസ്ലാം അംഗീകരിക്കുന്നില്ല. നമുക്കറിയാം, ഇസ്ലാമിക സമൂഹം ഏറ്റവും ഉന്നത വ്യക്തിത്വമായി അംഗീകരിക്കുന്ന ആളാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുഹമ്മദ് നബിയോട് പോലും പ്രാർത്ഥിക്കുവാനോ മുഹമ്മദ് നബിയെ ആരാധിക്കുവാനോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പൂജിക്കുവാനോ ഇസ്ലാം നിർദ്ദേശിക്കുന്നില്ലെന്ന് മാത്രമല്ല, അങ്ങനെ ഒരാൾ ചെയ്താൽ അത് മഹാപാപമായി എണ്ണുന്ന മതത്തിൻ്റെ പേരാണ് ഇസ്ലാം. ലോകത്തിൻ്റെ മുന്നിൽ അന്തിമ പ്രവാചകനായി കടന്നു വന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സമൂഹത്തെ ഉത്ബോധിപ്പിക്കുന്ന ഒരു ഉത്ബോധനം തന്നെ ലാ തുത്റൂനി കമാ അത്റത്തിൻ നസാറ ഈസ ഇബ്ന മറിയം. യേശുവിൻ്റെ അനുയായികളായി കടന്നു വന്ന നസ്വാറാക്കൾ ഈസാ നബിയെ അഥവാ യേശുവിനെ അമിത പ്രശംസ നടത്തി. ദൈവപുത്രൻ എന്ന് ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് അവർ വാദിച്ചു. ദൈവത്തിനൊരു സന്താനമുണ്ടായാൽ അതും ദൈവമാകും, ദൈവത്തിൻ്റെ മകൻ മറ്റൊരു ദൈവമായിരിക്കും, അപ്പോൾ ഏകദൈവം എന്ന ആ അടിസ്ഥാന വിശ്വാസ സംഹിതക്ക് വിഘാതമാകുന്ന ഒരു ചിന്തയാണത്. അതുകൊണ്ട് തന്നെ ഇസ്ലാം അതിനെതിരെ നിലകൊണ്ടു. എന്നാൽ ഈസ എന്ന വ്യക്തി, അല്ലെങ്കിൽ ഈസാ അലൈഹിസ്സലാം എന്ന പ്രവാചകൻ, ആ പ്രവാചകനെ ഇസ്ലാം അംഗീകരിച്ചു. പ്രവാചക ശൃംഖലയിലെ പ്രധാനപ്പെട്ട 5 പേരിൽ ഒരാളായി ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഇസ്ലാം ലോകത്തിന് മുന്നിൽ പരിചയപ്പെടുത്തി. ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിനും തൻ്റെ മാതാവിനും എതിരെ വന്ന എല്ലാ ആരോപണങ്ങൾക്കും വിശുദ്ധ ഖുർആൻ മറുപടി പറഞ്ഞു. ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ഉമ്മയുടെ, മാതാവിൻ്റെ ചാരിത്രശുദ്ധി ലോകത്തിൻ്റെ മുന്നിൽ ഇസ്ലാം വിളംബരം ചെയ്തു. മഹാനായ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ജന്മം അത് അനുഗ്രഹീത ജന്മമാണ് എന്ന് ലോകത്തോട് ഇസ്ലാം വിളിച്ചു പറഞ്ഞു. അപ്പോൾ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ എല്ലാ പരിശുദ്ധിയും പവിത്രതയും അംഗീകരിച്ചുകൊണ്ട് തന്നെ ഈസാ അലൈഹിസ്സലാം ദൈവപുത്രനാണ് എന്ന് പറഞ്ഞ വാദത്തെ ഇസ്ലാം ഗണ്ണിച്ചു. അത് പിൽക്കാലഘട്ടത്തിൽ ഈസാ അലൈഹിസ്സലാം അല്ലെങ്കിൽ യേശുവിനെക്കുറിച്ച് നടത്തിയ അതിവർണ്ണനയാണ് എന്ന് ഇസ്ലാം പഠിപ്പിച്ചു. ആ ഒരു അവസ്ഥയെ ചൂണ്ടിക്കൊണ്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മറിയമിൻ്റെ പുത്രൻ ഈസയെ ജനങ്ങൾ അമിതപ്രശംസ നടത്തിയതുപോലെ എന്നെ നിങ്ങൾ അമിതപ്രശംസ നടത്തരുത്. ഇന്നമാ അന അബ്ദുൻ, ഞാൻ അള്ളാഹുവിൻ്റെ ദാസൻ മാത്രമാണ്. ഫഖൂലു അബ്ദുല്ലാഹി വറസൂലുഹു, അതുകൊണ്ട് നിങ്ങൾ എന്നെക്കുറിച്ച് പറയേണ്ടത് ഞാൻ അള്ളാഹുവിൻ്റെ അടിമയാണ്, അള്ളാഹുവിൻ്റെ ദാസനാണ്, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സൃഷ്ടാവിൻ്റെ ദാസൻ മാത്രമാണ് ഞാൻ, അബ്ദുള്ളയാണ് ഞാൻ, അതോടൊപ്പം തന്നെ അള്ളാഹുവിൻ്റെ പ്രവാചകനുമാണ് ഞാൻ.
അപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെപ്പോലും ആരാധിക്കുവാനോ മുഹമ്മദ് നബിയോട് പ്രാർത്ഥിക്കുവാനോ മുഹമ്മദ് നബിക്ക് നേർച്ച നേരാനോ അങ്ങനെ ആരാധനയുടെ ഏതെങ്കിലും ഭാവങ്ങളോ അല്ലെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും അംശങ്ങളോ മുഹമ്മദ് നബിക്ക് പോലും കൊടുക്കുന്നതിനെ ഇസ്ലാം അംഗീകരിക്കുന്നില്ല. എല്ലാ നിലക്കും എല്ലാവിധ ശിർക്കുകളിൽ നിന്നും ബഹുദൈവ വിശ്വാസങ്ങളിൽ നിന്നും മുക്തനായി ഈ പ്രപഞ്ചത്തെ സൃഷ്ടാവിനെ ആകാശഭൂമികളെ സംവിധാനിച്ചവനാരോ നമ്മയും നമ്മുടെ ഉപ്പമാരെയും നമ്മുടെ മുൻഗാമികളെയും ഒക്കെ സൃഷ്ടിച്ച് പരിപാലിക്കുകയും അവരുടെ ജീവിതത്തിന് ആവശ്യമായതെല്ലാം ആഹാരവും ശ്വാസവും വെള്ളവും എല്ലാം നൽകി ഈ മഹാപ്രപഞ്ചത്തെ സംവിധാനിച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന ഏകനായ ആ സൃഷ്ടാവിന് മാത്രം ആരാധനകൾ സമർപ്പിക്കണം എന്ന അടിസ്ഥാന പ്രഖ്യാപനമാണ് തൗഹീദ്, അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ വേറെ ഒരു ആരാധ്യനില്ല എന്ന പ്രഖ്യാപനം. ഈ തൗഹീദ് അംഗീകരിക്കുന്നതോടൊപ്പം മനുഷ്യജീവിതത്തിൻ്റെ ക്രയവിക്രയങ്ങൾ, ഇടപെടലുകൾ, മനുഷ്യജീവിതത്തിൻ്റെതായ സംസ്കാരം, അവൻ്റെ ജീവിതത്തിൽ അവൻ ആർജിക്കുന്ന ആചാര അനുഷ്ഠാന കർമ്മമണ്ഡല മേഖലകൾ, അത് മനുഷ്യരോരോരുത്തരും അവരുടെ തന്നിഷ്ടപ്രകാരം മുന്നോട്ട് കൊണ്ടുപോവുക എന്ന നിലപാടിനോട് ഇസ്ലാം യോജിക്കുന്നില്ല. കാരണം പരിമിതമായ ബുദ്ധിയുടെ അറിവിൻ്റെ വാഗ്ദാക്കളാണ് മനുഷ്യർ. മനുഷ്യജീവിതത്തിൻ്റെ പരിമിതമായ അറിവ് കൊണ്ട് നന്മതിന്മകളെ വേർതിരിക്കുക എന്ന് പറഞ്ഞാൽ അത് പ്രയാസകരമാണ്. ഒരു മുഴുക്കുടിയനെ സംബന്ധിച്ചിടത്തോളം, ഒരു മദ്യപാനിയെ സംബന്ധിച്ചിടത്തോളം, അയാൾ മദ്യപിച്ചു കൊണ്ടിരിക്കുന്ന വേളയിൽ താൻ ചെയ്യുന്ന ആ തെറ്റിനെ 100,000 ന്യായങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന് ന്യായീകരിക്കാൻ സാധിക്കും. ഇല്ലായ്മയിൽ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ പ്രയാസത്തിൽ അവൻ്റെ അവസ്ഥയെ ചൂഷണം ചെയ്തുകൊണ്ട് തടിച്ചു കൊഴുക്കുന്ന പലിശ വ്യവസ്ഥ, ആ വട്ടിപ്പലിശ നടത്തുന്ന ഒരാൾക്ക് തൻ്റെ വട്ടിപ്പലിശയെ 1000 ന്യായീകരണങ്ങൾ കൊണ്ട് അവതരിപ്പിക്കാൻ സാധിക്കും. ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ പ്രതിസന്ധിയുടെ ഒരു ഘട്ടത്തിൽ തൻ്റെ ശരീരം വിൽക്കുവാൻ വേണ്ടി തെരുവിലേക്ക് ഇറങ്ങിയ ഒരു സഹോദരിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആ പ്രവർത്തനത്തെ ന്യായീകരിക്കാൻ 1000 ന്യായങ്ങൾ അവരുടെ മുന്നിലുണ്ടാകും. ഒരു പോക്കറ്റടിക്കാരന് എന്തുകൊണ്ട് ഞാനൊരു പോക്കറ്റടിക്കാരനായി എന്ന് പറയാൻ 1000 ന്യായങ്ങൾ ഉണ്ടാവും. ഇങ്ങനെ ഏതൊരു തിന്മയും മനുഷ്യൻ്റെ മുന്നിൽ കടന്നു വരുമ്പോൾ ആ തിന്മകളെ ന്യായീകരിക്കുവാൻ 1000 ന്യായങ്ങൾ അവൻ്റെ മുന്നിലുണ്ടാകും. അങ്ങനെ വന്നാൽ ലോകത്ത് കൃത്യമായ നന്മ തിന്മകളുടെ നിർവചനം അസാധ്യമായി മാറും. അതുകൊണ്ട് തന്നെ നന്മയെന്ത് തിന്മയെന്ത് എന്ന് വിവേചിക്കേണ്ടത്, മനുഷ്യൻ ചെയ്യാൻ പാടുള്ളതും പാടില്ലാത്തതും എന്താണ് എന്ന് പറഞ്ഞു തരേണ്ടത് മനുഷ്യനെ സൃഷ്ടിച്ച സൃഷ്ടാവിനാണ് എന്ന ഒരു തിരിച്ചറിവിലേക്ക് മനുഷ്യർ എത്തേണ്ടതുണ്ട്. സൃഷ്ടാവായ അല്ലാഹു അതുകൊണ്ട് തന്നെ അതതു കാലഘട്ടങ്ങളിൽ വഹ്യ് നൽകി, ദിവ്യബോധനം നൽകി അവൻ്റെ പ്രവാചകന്മാരെ പറഞ്ഞു വിട്ടു. അതിനാണ് സാങ്കേതികമായി റിസാലത്ത് എന്ന് പറയുന്നത്. ആദം അലൈഹിസ്സലാം മുതൽ അന്തിമ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ നിരവധി പ്രവാചകന്മാർ ലോകത്തിൻ്റെ അഷ്ടദിക്കുകളിൽ കടന്നു വരികയും ജനങ്ങളെ സംസ്കരിക്കുകയും ചെയ്തിട്ടുണ്ട്. ദൈവീകമായ സന്ദേശങ്ങൾ പ്രവാചകന്മാരിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ പ്രവാചകന്മാരെയും അംഗീകരിക്കണം, ഏതെങ്കിലും ഒരു പ്രവാചകനെ മാത്രമല്ല. ലോകത്ത് ഇന്നലകളിൽ കഴിഞ്ഞുപോയ ആദം അലൈഹിസ്സലാം മുതൽ അബ്രഹാം പ്രവാചകൻ മുതൽ ദാവൂദ് നബി അലൈഹിസ്സലാം മുതൽ അവിടെ നിന്നിങ്ങോട്ട് മുസാ നബി മുതൽ ഈസാ അലൈഹിസ്സലാം മുതൽ മുഹമ്മദ് നബി വരെയുള്ള എല്ലാ പ്രവാചകന്മാരെയും അംഗീകരിക്കണം എന്ന തത്വമാണ് ഇസ്ലാം ലോകത്തിൻ്റെ മുന്നിൽ സമർപ്പിച്ചിട്ടുള്ളത്. ആ റിസാലത്ത് അംഗീകരിക്കുമ്പോൾ ലോകത്തിൻ്റെ അഷ്ടദിക്കുകളിൽ വന്നുകൊണ്ട് സംസ്കാരത്തെക്കുറിച്ച് മാനവ നന്മയെക്കുറിച്ച് സംസാരിച്ച പ്രവാചകന്മാരെല്ലാവരും ലോകത്തെ ഉത്ബോധിപ്പിച്ചത് തികച്ചും താൽക്കാലികമായ ഭൗതികമായ മാനദണ്ഡത്തിൽ നിന്നുകൊണ്ട് മനുഷ്യരോട് നന്മതിന്മകളെക്കുറിച്ച് സംസാരിക്കുക എന്ന ശൈലിയല്ല. നേരെ മറിച്ച് മനുഷ്യൻ്റെ ജീവിതത്തിൽ വരാനിരിക്കുന്ന ഒരു പാരത്രിക ലോക ജീവിതമുണ്ട്, മരണാനന്തര ജീവിതമുണ്ട് എന്ന അടിസ്ഥാനത്തിൽ ഊന്നി നിന്നുകൊണ്ടാണ് പ്രവാചകന്മാർ സംസാരിച്ചത്. ഈ ലോകത്ത് പരിമിതമായ അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന മനുഷ്യൻ ഈ ഒരു ജീവിത സാഹചര്യം കൊണ്ട് മാത്രം ജീവിതം അവസാനിക്കുന്നില്ലെന്നും മരണം എന്നുള്ളത്
ജീവിതത്തിൻ്റെ അന്ത്യമല്ലെന്നും മരണാനന്തരം ഒരു ജീവിതം മനുഷ്യന് വേണ്ടി ഒരുക്കപ്പെട്ടിട്ടുണ്ട് എന്ന തിരിച്ചറിവിലേക്ക് മാനവ സമൂഹത്തെ ബോധിപ്പിച്ച്, അല്ലെങ്കിൽ അവരെ ആ വിവരം ധരിപ്പിച്ച് അതിന് തെളിവുകൾ നിരത്തിക്കൊണ്ടാണ് പ്രവാചകന്മാർ ലോകത്ത് കടന്നുപോയത്. മരിച്ച ഒരാളും ലോകത്ത് തിരിച്ചു വന്നിട്ടില്ല. എന്നാൽ മരണാനന്തരമുള്ള അവസ്ഥകളെ സംബന്ധിച്ച് ദിവ്യബോധനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവാചകന്മാരെല്ലാവരും വളരെ കൃത്യമായി സംസാരിച്ചു. അതിനെ നിഷേധിക്കാൻ ഒരു വകുപ്പുമില്ലാത്ത രൂപത്തിൽ തെളിവുകൾ നിരത്തിയാണ് പ്രവാചകന്മാർ സംസാരിച്ചത്. മരിച്ചതിനു ശേഷം ഞാൻ ജീവിക്കുമോ എന്ന് സംശയിച്ച ആളുകൾ ആ ആളുകൾക്ക് മറുപടി പറയുമ്പോൾ ജീവിച്ചിരിക്കുന്ന മനുഷ്യനെ തന്നെയാണ് തെളിവായി ഖുർആൻ സമർപ്പിച്ചത്. നമ്മളെല്ലാവരും മുമ്പ് ഇല്ലാത്ത ആളുകളായിരുന്നു. വേണമെങ്കിൽ മരണത്തോട് ഉപമിക്കാൻ കഴിയുന്നൊരു സാഹചര്യത്തിൽ കഴിഞ്ഞുപോയ ആളുകളായിരുന്നു. ഇല്ലാത്ത അവസ്ഥ, നമുക്ക് ജീവനില്ലാത്ത അവസ്ഥ, ശരീരമില്ലാത്ത അവസ്ഥ നമുക്കെല്ലാവർക്കും കഴിഞ്ഞുപോയി. 90 വയസ്സുള്ള ഒരാൾ 100 കൊല്ലങ്ങൾക്ക് മുമ്പ് അയാൾ എന്താണ് എന്ന് പറയാനോ എവിടെയായിരുന്നു എന്ന് പറയാനോ കഴിയില്ല, അയാൾ ഇല്ലായിരുന്നു. 60 വയസ്സുള്ള ആൾ 65 കൊല്ലങ്ങൾക്ക് മുമ്പ് അയാൾ ഇല്ലായിരുന്നു. ആ ഇല്ലായ്മയിൽ നിന്നാണ് പിന്നീട് ഈ ഉണ്മയിലേക്ക് മനുഷ്യൻ മാറി വന്നത്, മനുഷ്യൻ ജനിച്ചത്, ജീവിച്ചത്, വളർന്നത്, വലുതായത്. അപ്പോൾ ഇല്ലാത്തതിൽ നിന്ന് ഉണ്ടായി എന്ന് വരുമ്പോൾ തന്നെ ഈ ഉള്ള ഒരാൾ വീണ്ടും അവൻ്റെ കുഴിമാടങ്ങളിൽ നിന്ന് എഴുന്നേറ്റ് വരിക എന്നുള്ളത് നമുക്ക് നിഷേധിക്കേണ്ടതല്ല, നിഷേധിക്കാൻ കഴിയുന്നതുമല്ല. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൻ്റെ സംഭിവ്യതയെ ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു യാഥാർത്ഥ്യത്തെ മുന്നിൽ വെച്ചുകൊണ്ടാണ് മരണാനന്തരം ഒരു ജീവിതം മനുഷ്യനുണ്ട് എന്ന് പ്രവാചകന്മാർ പഠിപ്പിച്ചത്. ഭൗതിക ലോകം, നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ലോകം പ്രവർത്തനങ്ങളുടെ ലോകമാണെങ്കിൽ പ്രതിഫലത്തിൻ്റെ ലോകമാണ് വരാനിരിക്കുന്നത് എന്ന് പ്രവാചകന്മാർ നമുക്ക് പഠിപ്പിച്ചു. ഈ ലോകത്ത് നമ്മൾ ചെയ്തു വെക്കുന്ന നന്മകൾ, ആ നന്മകളൊന്നും നഷ്ടപ്പെട്ടു പോകുന്നില്ലെന്നും അതിന് പ്രതിഫലം നൽകപ്പെടുന്നൊരു നാൾ വരുന്നുണ്ട് എന്നുമുള്ള മുന്നറിയിപ്പ്. ഈ ലോകത്ത് നമ്മൾ ചെയ്തു കൂട്ടുന്ന തിന്മകൾ, ആ തിന്മകൾ നമ്മൾ പശ്ചാത്താപം കൊണ്ട് കഴുകി വൃത്തിയാക്കിയിട്ടില്ലെങ്കിൽ നാളെ പാരത്രിക ലോകത്ത് അതിൻ്റെ ദുരന്തം മനുഷ്യൻ അനുഭവിക്കേണ്ടി വരും, അതിൻ്റെ പ്രതിഫലം ശിക്ഷയായി വാങ്ങേണ്ടി വരുമെന്ന താക്കീത് പ്രവാചകന്മാർ നമുക്ക് കൈമാറി. ഈ രൂപത്തിൽ തൗഹീദിലും റിസാലത്തിലും ആഖിറത്തിലും ഊട്ടപ്പെട്ട ഒരു ജീവിത നിലപാട്, നേരായ ആ നിലപാട് മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉൾക്കൊള്ളണമെന്നാണ് പ്രവാചകന്മാർ പഠിപ്പിച്ചു പോയതെങ്കിൽ, ഇന്നലകളിൽ കഴിഞ്ഞുപോയ പ്രവാചകന്മാർ ലോകത്തിൻ്റെ മുന്നിൽ സമർപ്പിച്ച നേരായ നിലപാട് മനുഷ്യ ജീവിതത്തിൻ്റെ നിലപാടായി ഏറ്റെടുക്കണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ യുവജന ഘടകം ഇത്തിഹാദ് ശുബ്ബാനുൽ മുജാഹിദീൻ വരുന്ന 30-31 തീയതികളിലായി കലൂർ ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ട് ഒരു മഹാസമ്മേളനം സംഘടിപ്പിക്കുകയാണ്. കേരള യുവതയെ ധാർമ്മികതയുടെ ധന്യമായ വഴിത്താരകളിലേക്ക് തിരിച്ചുവിടുന്ന സുന്ദരമായ ഒരു സാഹചര്യം സൃഷ്ടിച്ചെടുക്കുവാൻ വേണ്ടിയുള്ള പരിശ്രമമാണ് ഇത്തിഹാദ് ശുബ്ബാനുൽ മുജാഹിദീൻ ഈ സമ്മേളനത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുഴുവൻ യുവജനങ്ങളും 30-31 തീയതികളിൽ മഹത്തായ ഈ സമ്മേളനത്തിലേക്ക് എത്തിച്ചേരണമെന്ന് ആഹ്വാനം ചെയ്യുന്നു. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.